ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ യൂസുഫിലെ 50-ാമത്തെ ആയത്താണ് വിശദീകരിച്ചത്. അതിൽ രാജാവ് കണ്ട സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. 7 ക്ഷേമകാലങ്ങൾ, അതിനെ തുടർന്ന് 7 ക്ഷാമകാലങ്ങൾ, അങ്ങനെ 14 വർഷം. ആ 14 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ക്ഷാമകാലം വരും, ഒരു വർഷം, 15-ാമത്തെ ഒരു വർഷം. അതാണ് രാജാവ് കണ്ട ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. പിന്നെ ആ സ്വപ്നത്തിൽ നേരിടാനിരിക്കുന്ന പരീക്ഷണം, അതിൽ നിന്നുള്ള രക്ഷാമാർഗതൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ രാജാവ് പറഞ്ഞു, യൂസുഫിനെ കൊണ്ടുവരാൻ, ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ. വക്കാലൽ മലിക് തൂനി ബിഹി, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഇനിയും ഒരിക്കൽ കൂടി വരും നമുക്ക്. രാജാവ് പറയും തൂനി ബിഹി അസ്തഖ്ലിസു ലി നഫ്സി എന്ന് കൊണ്ടുവരാൻ പറയും. ഏതായാലും ആദ്യത്തെ ഇതിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ട് പിന്നെന്ത് ചെയ്യാൻ രാജാവ് പറയാണ് ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾ പോയപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പുറത്ത് വരൂല, ജയിലിൽ നിന്ന് പുറത്ത് വരൂല. അതിന് മുമ്പ് എന്ത് വേണം? എന്തിനാണ് പുറത്ത് വരാത്തത്? കള്ളക്കേസിലാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടതും ജയിലിലടക്കപ്പെട്ടതും. അതുകൊണ്ട് തൻ്റെ നിരപരാധിത്വം പൂർണ്ണ അളവിൽ തെളിയണം. ഞാൻ നിരപരാധിയാണ് എന്നുള്ളത് പൂർണ്ണ അളവിൽ തെളിയണം. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് തന്നെ ഇറക്കാൻ വേണ്ടി വന്ന ആളോട് പറഞ്ഞു, രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ല്. എന്നിട്ട് കൈവിരലുകൾ മുറിച്ച സ്ത്രീകൾ അവരുടെ പ്രശ്നം, അവരുടെ വിഷയം ചോദിച്ചിട്ട് വിഷയം തീർപ്പാക്കണം, എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് എന്ത് ചെയ്തു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ചെയ്തത്. ഇന്ന റബ്ബി ബി കൈദിഹിന്ന അലീം എന്ന് പറഞ്ഞല്ലേ, നമ്മളവിടെ എന്താ പറഞ്ഞത്? എൻ്റെ റബ്ബ് അവരുടെ കൈദ്, തന്ത്രത്തെക്കുറിച്ച് അലീം, അറിവുള്ളവനാണ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിനോട് എനിക്കിത് ബോധിപ്പിക്കേണ്ട കാര്യമല്ല, കാരണം അള്ളാഹ്ക്ക് അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് അറിയാം. അതേസമയം എന്നെ ആരാണ് വിളിക്കുന്നത്? ആ രാജാവും, പിന്നെ ഏതൊരു നാട്ടിലേക്കാണ് ഞാൻ തിരിച്ചിറങ്ങേണ്ടത്, ആ നാട്ടിലെ ജനതയും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആരാ പറയേണ്ടത്? ആ സ്ത്രീകളാണ്. അതിൽ നമ്മൾ പറഞ്ഞു വിരൽ മുറിച്ച സ്ത്രീകൾ എന്നാണ് പറഞ്ഞത്. ഉദ്ദേശം വിരൽ മുറിക്കാത്ത സ്ത്രീയാണ് അല്ലേ? കാരണം പ്രശ്നക്കാരി ഏറ്റവും വലുതാരാണ്? ഇമ്രാത്തുൽ അസീസാണ്. അസീസിൻ്റെ ഭാര്യ സലീഹ അല്ലെങ്കിൽ സുലൈഖയാണ്. അവർ കൈ മുറിച്ചിട്ടില്ല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൈ മുറിച്ച സ്ത്രീകളോട് ചോദിക്കാനാണ് പറയുന്നത്. ഏതായാലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ സംഭവം പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ട്, ഞാനായിരുന്നുവെങ്കിൽ ഞാൻ വാതിൽക്ക് കൂടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ലബാദർത്തുൽ ബാബ്, ജയിലിൻ്റെ വാതിലേക്ക് ഞാൻ ഓടുമായിരുന്നു. അതേപോലെ തന്നെ അജബ്തു ദാഇയ, എന്നെ വിളിച്ചിക്കാൻ വേണ്ടി വന്ന ആൾക്ക് ഞാൻ പെട്ടെന്ന് ഉത്തരം നൽകിയിട്ട് ഇറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ അവധാനതയിൽ, സാവകാശത്തിൽ, അതേപോലത്തെ തൻ്റെ ഇടത്തിൽ കൂടുതൽ ആ വിഷയം കൈകാര്യം ചെയ്യുകയും തൻ്റെ നിരപരാധിത്വം പൂർണ്ണ അളവിൽ ബോധ്യപ്പെടുന്നത് വരെ അദ്ദേഹം അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു, ജയിലിൽ തന്നെ നിന്നു. അത് കാരണം ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള കാര്യം എന്താ? നാടിൻ്റെ ഭരണമോ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യ സുരക്ഷയോ അല്ലെങ്കിൽ ആളുകൾ നേരിടാനിരിക്കുന്ന പ്രതിസന്ധി തീർക്കലോ അല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? നബിയാണ്, റസൂലാണ്, അദ്ദേഹം ദാഇയാണ്, പ്രബോധകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ അർപ്പിതമായി ദഅവ കാര്യങ്ങൾ, ഒരു വീഴ്ചയും തെറ്റുമില്ലാതെ മക്കക്കാർക്കിടയിൽ 40 വർഷം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് തുടങ്ങിയപ്പോൾ എന്തൊക്കെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നിലവിലിരിക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ദഅവത്ത് നടത്തുമ്പോൾ എന്തായിരിക്കും? അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തെളിയുന്നത് വരെ ജയിലിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചത്. ഇമാം ഹാത്തിമുൽ അസമ്മ് പറയണം, അൽ അജലത്തു മിന ശൈത്താൻ, ധൃതി ശൈത്താനിൽ നിന്നാണ്. ഒരു കാര്യത്തിലേക്കും തിരക്കൂട്ടാൻ പാടില്ല. ഇല്ലാ ഫി ഖംസത്തി അഷ്യ, 5 കാര്യങ്ങളിൽ വെച്ച്. 5 കാര്യങ്ങളിൽ ധൃതി കാണിക്കുക എന്നുള്ളത് അത് മിനസ്സുനൻ എന്നാണ്, സുന്നത്തുകളിൽ പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവത്തെ പുരസ്കരിച്ചാണ് അദ്ദേഹം അത് പറയുന്നതും, ഹാത്തിമുൽ അസമ്മ് അത് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും അജലത്ത് അപകടമാണ്, ശൈത്താനാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അജലത്ത് കാണിച്ചില്ല, ധൃതി കാണിച്ചില്ല. എന്നിട്ട് അദ്ദേഹം 5 കാര്യം പറയുന്നുണ്ട്. അതൊന്ന് ഇത്ആമു ദ്വൈഫ് ഇദാ നസൽ, ഒരതിഥി വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയം, അത് പെട്ടെന്നാകണം, അതിൽ ധൃതി വേണം. പിന്നെ വതജീസുൽ മയ്യിത്ത് ഇദാ മാത്ത്,
ഒരാൾ മരിച്ചാൽ ജനാസ സംസ്കരണം അത് പെട്ടെന്നാണ്. തസ്വീജുൽ ബിൻത് ഇദാ ബലഗത്, ഒരു സ്ത്രീ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവരെ ഉടനെ കല്യാണം കഴിപ്പിക്കണം. ഖദാഉദ്ദൈൻ, പിന്നെ ഇദാ ഹൽ കടം വീട്ടൽ, കടം വീട്ടാനുള്ള ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ കടം വീട്ടൽ. അഞ്ചാമത്തേത് അത്തൗബത്തു മിനദ്ദം ഇദാ അഫ്റത്ത്, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് തൗബ. ഈ 5 കാര്യങ്ങൾ അജലത്ത് ധൃതി സുന്നത്താണ്. ഇതൊഴികെയുള്ളതിലൊക്കെ ധൃതി ശൈത്താനിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. ഏതൊക്കെ 5 കാര്യം? അതിഥി ഒന്നിറങ്ങിയാൽ അതിഥിയെ സൽക്കരിക്കൽ, ഇത്ആമുൽ ദൈഫ് ഇദാ നസൽ. പിന്നെ വതജീസുൽ മയ്യിത്ത് ഇദാ മാത്ത്, മരിച്ചാൽ ജനാസ സംസ്കരിക്കൽ. പിന്നെ തസ്വീജുൽ ബിൻത് ഇദാ ബലഗത്ത്, ഒരു സ്ത്രീ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചു വിടേണ്ട വിഷയം. പിന്നെ തസ്ദീദുദ്ദൈൻ ഖദാഉദ്ദൈൻ ഇദാ ഹൽ, കടത്തിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കടം വീട്ടൽ. പിന്നെ വത്തൗബത്തു മിനദ്ദംബ് ഇദാ അഫ്റത്ത്, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അയാൾ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യൽ. ഇതിൽ അജലത്ത് വേണമെന്നാണ് ഈ 5 കാര്യങ്ങളിൽ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ അവധാനത കാണിച്ചല്ലോ, ആ ഒരു വിഷയത്തിലാണ് പറഞ്ഞത്. ആ അവധാനത കൊണ്ടുള്ള നേട്ടം ഇനി നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ, ഇതിൽ വരും ഇൻഷാ അല്ലാഹ്. രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചത്, അദ്ദേഹത്തെ പ്രത്യേകം അസ്തഖ്ലിസൂലി നഫ്സി എന്നാണ്. യൂസുഫിന് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല, എനിക്ക് പ്രത്യേകക്കാരനായിട്ട് ഞാൻ അദ്ദേഹത്തെ നിയമിക്കുമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും പാരിതോഷികം കൊടുത്തിട്ട് വിടുകയല്ല ചെയ്ത്. പിന്നെയോ ഇന്നക്കലത് ഇനല്യോമ മഖീനുൻ അമീനുൻ എന്നാണ്. അങ്ങ് നമ്മുടെ അടുക്കൽ, രാജാവിൻ്റെ അടുക്കൽ കൊട്ടാരത്തിൽ ഇന്നലത്തെ ജയിൽ പുള്ളിയാണ്. മഖീനുൻ അമീനും, മഖീൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ളവനാണ്, അമീനുൻ എന്ന് പറഞ്ഞാൽ ഏറെ വിശ്വസ്തനാണെന്നാണ്. അതൊക്കെ എന്നുണ്ടെങ്കിൽ വലിയ ഒരു പദവിയാണ്. അതൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു പിന്നെ അവധാനത കൊണ്ടും സാവകാശം കൊണ്ടും. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വരും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് ഫസ്അൽഹു മാ ബാലുൻ നിസ്വത്തി ഇല്ലാത്തി ഖത്തഅന ഐദിയഹുന്ന എന്നാണ്. കൈവിരലുകൾ മുറിച്ച സ്ത്രീകളുടെ കാര്യം എന്ത് എന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ രാജാവ് എന്താണ് ഖാല, രാജാവ് ചോദിച്ചു, മാ ഖത്ബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി ഖുൽന ഹാശ ലില്ലാഹ് മാ അലിംനാ അലൈഹി മിൻ സൂ ഖാലത് ഇംറഅത്തുൽ അസീസിൽ ആന ഹസ്ഹസൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിനസ് സാദിഖീൻ. ഖാല, രാജാവ് ചോദിച്ചു, മാ ഖത്ബുകുൻ, എന്താ മാ ഖത്ബുകുന്ന, നിങ്ങളുടെ ഖത്ബ് എന്താണ്, നിങ്ങളുടെ പ്രശ്നം. മാ ഖത്ബുകുന്ന, നിങ്ങൾ സ്ത്രീകൾ, നിങ്ങളുടെ ഖത്ബ് എന്താണ്. ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, ഇദ് റാവത്തുന്ന, നിങ്ങൾ സ്ത്രീകൾ വശീകരിച്ച സമയം, യൂസുഫിനെ അൻ നഫ്സിഹി. നമുക്ക് ഈ പ്രയോഗം വന്നാണ് പലതവണ അല്ലേ. യൂസുഫിന് വിയോജിപ്പും വെമ്മിഷ്ടവും ഉണ്ടായിട്ടും യൂസുഫിനെ വലവീശാൻ, വശീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച സമയം മാ ഖത്ബുകുൻ, നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു, വിഷയം എന്തായിരുന്നു. ഇവിടെ ഖത്ബ് എന്നാണ് പ്രയോഗിച്ചത്, നിങ്ങളുടെ കാര്യം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഈ ഖത്ബ് പിന്നെ ഗൗരവപ്പെട്ട വിഷയങ്ങൾക്കാണ് പ്രയോഗിക്കുക. ഗൗരവപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഇത് ഇങ്ങനെ പ്രയോഗിക്കുക. ഒരുവേള രാജാവ് ഈ വിഷയം കേൾക്കുകയും സ്ത്രീകളെ വിസ്തരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതൊരു വളരെ ഗൗരവപ്പെട്ട വിഷയമായിട്ട് രാജാവിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മാ ഖത്ബ് എന്ന് പ്രയോഗിച്ചത്. മാ ഷഅ്നു കുന്ന, നിങ്ങളുടെ കാര്യം എന്തെന്ന് ചോദിക്കാതെ മാ ഖത്ബു കുന്ന എന്ന് പറഞ്ഞത്. നമ്മൾ ഫമാ ഖത്ബുക യാ സാമിരി എന്ന് പറയില്ലേ, സാമിരി നിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചില്ലേ. സാമിരി വലിയ ഒരു കൊടിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മലക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ മാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ, മലക്കുകളോട് ചോദിക്കുകയാണ്, മുർസലീങ്ങളെ നിങ്ങളുടെ ഖത്ബ് എന്താണ് ചോദിക്കുകയാണ്. കാരണം എന്താ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവർ അതിഥികളാണെന്ന് പറയാം, എന്നിട്ട് ആതിഥ്യം സ്വീകരിക്കണില്ല, ആകപ്പാടൊരു വിഷയം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഗൗരവപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഖത്ബ് ചോദിക്കുക. ഇവിടെ രാജാവിന് നന്നേ ബോധ്യപ്പെട്ടു എന്താണ് വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത്. സ്ത്രീകൾ അങ്ങനെ ഒരു ചതി അല്ലെങ്കിൽ ഒരു പ്രശ്നം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നേരെ ഉണ്ടാക്കി എന്നുള്ളത്. അതുകൊണ്ടാണ് മാ ഖത്ബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സിഹി എന്ന് രാജാവ് ചോദിച്ചത്. യൂസുഫിന് വിമിഷ്ടാണ്, വിയോജിപ്പാണ്, എന്നിട്ടും യൂസുഫിനെ വശീകരിക്കാൻ
ഉദ്ദേശിക്കാൻ ഭാവിച്ച സമയം മാ ഖത്ബുകുൻ എന്ന് ചോദിക്കാൻ, എന്താണ് നിങ്ങളുടെ കാര്യം? യൂസുഫാണോ പ്രശ്നം, അതല്ല നിങ്ങളാണോ പ്രശ്നം? അതാണ് യൂസുഫാണോ പ്രശ്നം അലൈഹിസ്സലാം, നിങ്ങളാണോ പ്രശ്നം? അതാണ് രാജാവിനെ അറിയേണ്ടത്. അപ്പം കുൽന ഉണ്ടാ, കുൽന ഈ സ്ത്രീകൾ പറഞ്ഞു. കുൽന കാല കാല കാലു കാലത്ത് കാലത്ത കുൽന അവർ പറഞ്ഞു, സ്ത്രീകൾ പറഞ്ഞു ഹാഷ ലില്ലാ. എന്താ ഹാഷ ലില്ലാ? നമുക്ക് വന്നല്ലേ അത്, ഇതിനു മുമ്പ് വന്നില്ലേ? ഹാഷ തനസ്സുഹിനും ഇസ്തിസ്നാഇനും പറയുന്നതെന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാഷ ലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശം? സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരമുള്ള ഒരു പ്രയോഗമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറ്റം ചെയ്യാത്ത യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കുറ്റം ചേർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടുള്ള മര്യാദകേടാണ്? അള്ളാഹുവിനോടുള്ള മര്യാദകേടാണ്. അതുകൊണ്ട് തന്നെ അവർ ഹാഷലില്ല, അള്ളാഹു പരിശുദ്ധൻ എന്ന് അവർ പറയാം. ഇതൊരു പ്രയോഗമാണ്, ഹാഷലില്ല എന്നുള്ളതൊരു പ്രയോഗമാണ്. ഇപ്പോൾ നമ്മൾ ചില പണ്ഡിതന്മാരുണ്ടല്ലോ, അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഇതൊക്കെ ആണെങ്കിൽ പറയും സബ്യഹ് എന്ന് പറയും. എന്തിനാ സബ്യ എന്ന് പറയുന്നത്? സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പറയാണ്. അത് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആരെയാണ് അതിൽ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുഖവിലക്കെടുക്കാത്തത് ആരെയാണ്? അള്ളാഹിനെയാണ്. അള്ളാഹിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത കാര്യം ചെയ്യുമ്പോൾ അള്ളാഹിനെ നമ്മൾ വില മതിക്കണില്ല എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ നഊദുബിൽ. അതുകൊണ്ടാണ് സബ്യഹ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ പ്രയോഗത്തിലും അതാണുള്ളത്. ഹാഷലില്ല എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അതവർ പറയണം ഹാഷലില്ല മാ അലിംന അലൈഹി മിൻ സൂഇൻ. ഈ സ്ത്രീകൾ പറയണം മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അലൈഹി യൂസുഫിൻ്റെ പേരിൽ വിഷയത്തിൽ, മിൻ സൂഇൻ. എന്താ മിൻ സൂഇൻ? എന്താ സൂ എന്ന് പറഞ്ഞാൽ മോശത്തരം, ഒരു മോശത്തരവും സൂഇൻ എന്ന് പറഞ്ഞു. സൂ എന്നൊക്കെ പറയില്ലേ? മാ യഗുമ്മുൽ ഇൻസാൻ എന്നാണ്. മാ യഗുമ്മു, ഒരു മനുഷ്യനെ ടെൻഷനാക്കുന്ന കാര്യം, അതാണ് ഗമ്മ യഗുമ്മ് പറഞ്ഞ ടെൻഷനാക്കി. ഒരു മനുഷ്യനെ ടെൻഷനാക്കുന്ന കാര്യം അതാണ് സൂ. അത് ചിലപ്പോൾ മനുഷ്യനെ ടെൻഷനാക്കാൻ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മതി, അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും സംഭവിച്ചാൽ മതി, എന്തെങ്കിലും സമ്പത്തിൽ സംഭവിച്ചാൽ മതി. ഇഹപര വിഷയങ്ങളിൽ, ഇഹത്തിൻ്റെ കാര്യത്തിലാട്ടെ പരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കും അല്ലേ? അങ്ങനെയുള്ളതിനാണ് സൂ എന്ന് പറയുക. സൂ ഇൽ ഖബ, സൂ ഉൽ ഖിബർ. മനുഷ്യന് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എവിടെ പ്രകടാകുക? മുഖത്തെ പ്രകടം. അതുകൊണ്ടാണ് സീഅത്ത് വുജൂഹുല്ലദീന കഫറു, സീഅത്ത് വുജൂഹുല്ലദീന കഫറു. അവിശ്വാസികളുടെ മുഖങ്ങൾ അത് സീഅത്ത് എന്നാണ് പ്രയോഗിച്ചത്. ഇതിൽ നിന്നാണ് സയ്യത്തൊക്കെ വന്നത്. ഇവിടെ സ്ത്രീകൾ പറയാണ് ഹാഷലില്ല മാ അലിംന അലൈഹി, യൂസുഫിൻ്റെ പേരിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, മിൻ സൂ എന്നാണ്. സൂ എൻ, മാ അലിംന അലൈഹി സൂ എൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കിട്ടും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ സൂ എന്നാണ്, ഒരു സൂവും ഒരു മോശത്തരവും യൂസുഫിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് അവർ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. നമ്മളിപ്പോൾ ഇവിടെ റാവത്തുന്ന എന്നാണ്, ഇവിടെ റാവത്തുഹു എന്നാണ്. റാവത്തുഹു, ഞാൻ യൂസുഫിനെ വശീകരിച്ചു അല്ലേ? റാവത്തുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ, റാവത്തി, റാവത്തുമ, റാവത്തുന്ന. റാവത്തി എന്നാണ് നീ ഒരു സ്ത്രീ വശീകരിച്ചു. റാവത്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ വശീകരിച്ചു. റാവത്തുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ സ്ത്രീകൾ വശീകരിച്ചു എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാ വശീകരിച്ച്? കുറേ സ്ത്രീകളാണ്, അതിൽ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ വശീകരിച്ചു എന്നുള്ളത് പാട്ടാണ്, അങ്ങാടിയിൽ പാട്ടാണ്. പക്ഷേ ഈ സ്ത്രീകളും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിച്ചിട്ടുണ്ട്. അവർ അത് എപ്പോഴാണ് വശീകരിച്ചത് അറിയാം? ഈ ഇമ്രാത്തുൽ അസീസ് വേദി ഒരുക്കിയില്ലേ? വേദി ഒരുക്കിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ലേ ഇഖ്റുജ് അലൈഹിന്ന എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തു? കൈകൾ മുറിച്ച് പറഞ്ഞില്ലേ? അപ്പോഴാണ് അവർ പറഞ്ഞത് ഹാഷ ലില്ലാ മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം എന്ന് പറഞ്ഞില്ലേ? ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ആ സമയം അവരിൽ നിന്നുണ്ടായിട്ടുള്ള വശീകരണം, അവരുടെ ഗോഷ്ഠികളെക്കുറിച്ചും അതേപോലെ തന്നെ അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങളെക്കുറിച്ചും ശരീര ഭാഷകളെക്കുറിച്ചൊക്കെ തഫ്സീറുകളിൽ കാണാം. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സംഭവം കൊട്ടാരത്തിലാണ് എങ്കിലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തിറങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാവില്ലേ?
എന്തായാലും പിന്നെ ഈ സ്ത്രീകളിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നേരെ ഈ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സിഹി എന്ന് ഇവിടെ പറഞ്ഞു. ഏതായാലും കുൽന ഹാഷലില്ല മാ അലിംന അലൈഹി മിൻ സൂഇൻ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഖാലത്ത് ഇംറഅത്തുൽ അസീസിൽ ആന ഹസ്ഹസൽ ഹഖ്. എന്താ ഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ പറഞ്ഞു, അസീസിൻ്റെ ഭാര്യ പറഞ്ഞു, ഇതാണ് സുലൈഖ അല്ലെങ്കിൽ സലീഖ എന്ന് പറയുന്ന സ്ത്രീ. അവർ പറഞ്ഞു അൽ ആൻ, അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഹസ് ഹസൽ ഹഖ്. എന്താ ഹസ് ഹസ? ഹസസ് എന്ന് പറഞ്ഞാൽ വദുഹ, വ്യക്തമായി, സ്പഷ്ടമായി. അൽ ആൻ ഹസ് ഹസ അൽ ഹഖു, യാഥാർത്ഥ്യം ഇപ്പോൾ വ്യക്തമായി. അന റാവത്തുഹു അൻ നഫ്സിഹി, അന റാവത്തുഹു അൻ നഫ്സിഹി. എന്താ ഇതിൻ്റെ അർത്ഥം? അന, ഞാൻ, റാവത്തുഹു, അദ്ദേഹത്തെ വശീകരിച്ചു, അൻ നഫ്സിഹി, അദ്ദേഹത്തെ വശീകരിച്ചു. ഈ അൻ നഫ്സിഹി എന്നുള്ളതുണ്ടല്ലോ ഈ ഇതുമായി ബന്ധപ്പെട്ട് പലയിടത്ത് വന്നിട്ടുണ്ട് അല്ലേ, അൻ നഫ്സിഹി. അത് പ്രയോഗിച്ചത് നമ്മളതിൻ്റെ പൊരുൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ക്ലാസ്സിൽ. എന്തിനാണ് ഈ അൻ നഫ്സിഹി വന്നതെന്ന്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കണില്ല. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കണില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വൈകല്യമോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പിന്നെ കുറവുള്ള ആളല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വശീകരിക്കാനും ഉദ്ദേശിക്കാനും യോഗ്യനാണ്. യൗവനത്തിൻ്റെ നിറവിലാണ്, സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടുകാരനല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിദേശിയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടുകാരനല്ല, അവിടുത്തെ ജോലിക്കാരനാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ഇങ്ങോട്ട് തേടി വരികയാണ്, യജമാനത്തി കൽപ്പിക്കുകയാണ്. എല്ലാം കൊണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പിന്നെ ഉദ്ദേശിക്കാൻ യോഗ്യനാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അതാണ് അതിൻ്റെ അൻ നഫ്സിഹി, അൻ നഫ്സിഹി. ഇത് പലയിടത്ത് വന്നില്ലേ ഇങ്ങനെ. ഇവിടെ ഖാലത്ത് ഇംറഅത്തുൽ അസീസ് അൽ ആന ഹസ്ഹസൽ ഹഖ് എന്നാണ്, ഇപ്പോൾ ഹക്ക് വ്യക്തമായി എന്നാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ? ഒരു കവി പറയാണ് ഖദ് ഹസ്ഹസൽ ഹഖ് ബഅദ മൻ സലഖ മിൻ ഉംരി യൂസുഫ അവാം മിനൻ നസബി എന്നാണ്. ഖദ് ഹസ്ഹസൽ ഹഖ്, സത്യം വ്യക്തമായി. എപ്പോൾ? ബഅദ മൻ സലഖ മിൻ അമാരി യൂസുഫ് മിൻ ഉംരി യൂസുഫ്, യൂസുഫിൻ്റെ ആയുഷ്കാലത്ത് നിന്ന് കഴിഞ്ഞു പോയതിന് ശേഷം. അവാമും മിനൻ നസബി എന്നാണ്, പ്രയാസത്തിൻ്റെ വർഷങ്ങൾ, പ്രയാസത്തിൻ്റെ വർഷങ്ങൾ പലത് കടന്നു പോയതിന് ശേഷമാണ് ഹസ്ഹസൽ ഹഖ്, സത്യം വ്യക്തമായത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷം ജയിലിൽ കടന്നു? കുറേ വർഷങ്ങൾ ജയിലിൽ കടന്ന്. ആ വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് എന്ത് ചെയ്യണത്, ഈ ഹക്ക് വ്യക്തമാണത്. ഏത് ഹക്ക്? ഏതൊരു കാരണത്താലാണോ അദ്ദേഹം ജയിലിൽ പോയത്, ആ ജയിലിൽ പോയ വിഷയം. അതും ഒരു നബി, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ വലിയ ഒരു പിന്നെ പരീക്ഷണമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അളവിൽ നിശ്ചയിച്ചത്. പക്ഷേ ആ പരീക്ഷണത്തിനപ്പുറം ഉണ്ട്, നമുക്കതിൽ എൻ്റെ വിഷയങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. ഏതായാലും അൽ ആന ഹസ്ഹസൽ ഹഖ് എന്ന് പറയുമ്പോൾ ഈ അൽ ആൻ ഉണ്ടല്ലോ, അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആയുസ്സിൽ നിന്ന് പല വർഷങ്ങൾ കടന്നു പോയതിന് ശേഷമാണ് പിന്നെ ഈ അൽ ആൻ പുലരണത്. ഈ ഒരു അൽ ആൻ അത് പുലരണത്. ഇവിടെ നോക്കി, ഈ സ്ത്രീ അതിൻ്റെ പ്രയോഗം അന റാവത്തുഹു എന്നാണ്. ശരിക്കും അറബി ഭാഷയിൽ റാവത്തുഹു അൻ നഫ്സിഹി എന്നാണ്. ഞാനാണ് യൂസുഫിനെ വശീകരിച്ചത്, റാവത്തുഹു അൻ നഫ്സിഹി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമായില്ലേ. പക്ഷേ എന്താ പറഞ്ഞത്? അന റാവത്തുഹു എന്നാണ്. നീ അന പ്രയോഗിക്കുകയാണെങ്കിൽ തന്നെ അന പ്രയോഗിക്കുക തൗക്കീദിന് വേണ്ടിയാണെങ്കിൽ റാവത്തുഹു അന എന്നാണ്. റാവത്തുഹു, ഞാൻ അദ്ദേഹത്തെ വശീകരിച്ചു, അന ഞാൻ എന്നാണ്. പക്ഷേ ഇതിനെ പിന്തിപ്പിച്ച് പറഞ്ഞില്ല, പിന്നെ ഇതിനെ മുന്തിപ്പിച്ച് പറഞ്ഞത് ഞാൻ മാത്രം. ഈ വശീകരണത്തിൽ ആർക്കേ പങ്കുള്ളൂ? എനിക്ക് മാത്രം. അത് ഈ സ്ത്രീ എന്ത് ചെയ്യാണ്? അവിടെ തുറന്നടിക്കുകയാണ്. ഇംറഅത്തുൽ അസീസ് ആന ഹസ്ഹസൽ അന റാവത്തുഹു അൻ നഫ്സിഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമാണ് ഈ ഒരു വശീകരണത്തിന് പിന്നിൽ എന്ന് അവർ പറയാണ്. എന്നിട്ട് മാത്രമല്ല, അവർ പറയാണ് വ ഇന്നഹു ലമിന സാദിഖീൻ. എന്താ വ ഇന്നഹു? തീർച്ചയായും അദ്ദേഹം യൂസുഫ് ലമിന സാദിഖീൻ. എന്താ സാദിഖീൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധന്മാരിൽ പെട്ടവൻ തന്നെയാണ്. അവിടെ ല എന്നുള്ളതല്ലേ.
സത്യസന്ധന്മാരിൽപ്പെട്ടവനാണ് ആര്? യൂസുഫ്. ഹിയ റാവദത്നി അൻ നഫ്സി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞേ ഹിയ റാവദത്നി അൻ നഫ്സി, അവരാണ് എന്നെ വശീകരിച്ചതെന്ന് പറഞ്ഞില്ലേ. അതുപോലത്തെ വിഷയങ്ങളിൽ ഇന്നഹു ലമിന സാദിഖീൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യസന്ധൻ തന്നെയാണ് എന്നും ഈ സ്ത്രീ തുറന്ന് പറഞ്ഞു എന്നാണ്. ചില തഫ്സീറുകളിൽ അതെന്തുകൊണ്ട് എന്നാണ് നോക്കണത്. ഇവിടെ ഇത് രാജാവിൻ്റെ മുമ്പിലാണ്. രാജാവിൻ്റെ മുമ്പിൽ ഈ സ്ത്രീകളുണ്ട്. പിന്നെ രാജാവിൻ്റെ മുമ്പിലാകുമ്പോൾ കൊട്ടാരത്തിലുള്ള ആളുകളൊക്കെ അല്ലേ. ഈ സ്ത്രീ ആരാണ്? ഇത് ആ നാട്ടിൽ അസീസിൻ്റെ ഭാര്യയാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവർ അത് പറയാണ്, അൽ ആന ഹസ്ഹസൽ ഹഖു അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിന സാദിഖീൻ എന്ന്. അതിൽ ചില തഫ്സീറുകൾ കാണാം അതെന്തുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ തുറന്നടിച്ചു. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രയോഗത്തിൻ്റെ ഒരു പ്രതിഫലമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞിടത്തോളം ഈ സ്ത്രീയെ നേരിട്ട് ചൂണ്ടി പറയണേല്ല. പിന്നെ രാജാവിനോട് തന്നെ പറയണ എന്താ, മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുന്ന എന്നാണ്. കൈവിരലുകൾ മുറിച്ച സ്ത്രീകളുടെ കാര്യം എന്ത് എന്ന് ചോദിക്കാനാണ് പറയുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നത് കൈവിരൽ മുറിക്കാത്ത ആളാണ്. ഈ സ്ത്രീ കൈവിരൽ മുറിച്ചിട്ടില്ല. പിന്നെ കൈവിരൽ മുറിച്ചത് പട്ടണത്തിലെ സ്ത്രീകളാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടേണ്ടത് ഇവരുടെ നിലപാടാണ്. പക്ഷെ ചോദിച്ചതൊക്കെ എന്താണ്, ഇവരെ ഒഴിവാക്കിയിട്ട് മറ്റു കൈവിരലുകൾ മുറിച്ച സ്ത്രീകളുടെ കാര്യം ആണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീയെ, അവരുടെ അഭിമാനത്തെ, അവരുടെ വ്യക്തിത്വത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പരിഗണിച്ചതിനാലാണ് ഈ സ്ത്രീ ഉണ്ടോ. അത് നമുക്കൊക്കെ ഉള്ളൊരു പാഠമാണത്. നമ്മളുടെ പ്രയോഗങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നിലപാടുകൾ അത് മറ്റുള്ളവർക്ക് നേരെ നമ്മളിൽ നിന്നുണ്ടാകുന്നത് എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് പ്രതികരണം വരിക. ഇവിടെ നോക്കി, ഈ സ്ത്രീ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പൂർണ്ണ നിരപരാധിയാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ലോകരുടെ മുമ്പിൽ, അതും രാജകൊട്ടാരത്തിൽ രാജാവിന് മുമ്പിൽ തുറന്നു പറയാണ്. മനസ്സിലല്ലേ? അതെന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിഷയമായിട്ട് പണ്ഡിതന്മാർ തഫ്സീറുകളിൽ ഉണർത്തിയതാണ് ഞാൻ പറഞ്ഞത്. ഖാലത്ത് ഇംറഅത്തുൽ അസീസിൽ അന ഹസ്ഹസൽ ഹഖു അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിന സാദിഖീൻ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുലരും എന്നതിൻ്റെ ഒരു പിന്നെ തെളിവ് കൂടിയാണത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലല്ല ആ സമയം എന്ന് പറഞ്ഞെങ്കിൽ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ തീർത്തും പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിലല്ലേ. അവർ ഒരു രതി വികാരത്തിൻ്റെ ഒരു മൂർച്ചയിലായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ അവസ്ഥ മാറിയില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാറി. ഇതൊക്കെ വർഷങ്ങൾക്ക് ഇപ്പുറമല്ലേ, അത് വർഷങ്ങൾക്കപ്പുറം. പിന്നെ ഖലാസ് ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. എന്താ ذلك എന്ന് പറഞ്ഞെങ്കിൽ ഈ തുറന്നു പറച്ചിൽ, ഇത് എന്തിനാണ് ഇങ്ങനെ ഞാൻ അൽ ആന ഹസ്സൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിന സാദിഖീൻ എന്ന് പറഞ്ഞത്. ذلك അത് ലിയഅലമ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം അറിയുന്നതിന് വേണ്ടിയാണ്. എന്ത് അറിയുന്നതിന് വേണ്ടി? അന്നി തീർച്ചയായും ഞാൻ ലം അഖുൻഹു ബിൽ ഗൈബ് ഗൈബിൽ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല. അന്നി ഞാൻ ലം അഖുൻഹു ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല. ഈ അഖുൻ എന്നുള്ളത് ഖാന, അതിൽ നിന്നാണ്. ഖാന എന്നാണ് വഞ്ചിച്ചു. ഖിയാനത്ത് ഇതാണ്. ഖാന യഖൂനു, ഖൗൻ ഇതാണ് ഖിയാനത്ത്. ലം അഖുൻ ഞാൻ വഞ്ചിച്ചിട്ടില്ല ഹു അദ്ദേഹത്തെ. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഗൈബ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗൈബിൽ, അസാന്നിധ്യത്തിൽ. വ അൻ അല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി എന്ന് പറഞ്ഞാൽ ഇവിടെ ലാ യഹ്ദി എന്ന് പറഞ്ഞാൽ ലാ യുസ്ലിഹ് നേരാക്കില്ല, നന്നാക്കില്ല, അല്ലെങ്കിൽ ലക്ഷ്യം നേടിക്കൊടുക്കില്ല. ഖൈദൽ ഖായിനീൻ ഖായിനീങ്ങളുടെ തന്ത്രത്തെ. ഖൈദ് എന്ന തന്ത്രം, ഖായിനീൻ ഖായിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വന്നാണ്. ഖായിൻ ചതിയൻ, വഞ്ചകൻ. ഖായിനീൻ വഞ്ചകന്മാർ, ചതിയന്മാരുടെ തന്ത്രം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യത്തിലെത്തിക്കൂല, നേരാക്കൂല എന്നും അദ്ദേഹം അറിയുന്നതിന് വേണ്ടിയതാണ്. ഇതിൽ വിഷയം ഇതൊക്കെ ആരുടെ വർത്താനം? അപ്പോൾ
ഇമ്രാത്തുൽ അസീസിൻ്റെ വർത്താനാണ്, സലീഖയുടെ അല്ലെങ്കിൽ സുലൈഖയുടെ വർത്താനാണ് ഇതൊക്കെ. അൽ അന ഹസ് ഹസൽ ഹഖ് അന റാവത്തു വൻ നഫ്സിഹി വ ഇന്നഹു ലമിന സാദിഖീൻ. എന്നിട്ട് അവർ വീണ്ടും പറയണം ദാലിക, ഞാൻ ഇത് തുറന്നു പറയുന്നത് ലി അലമ, അദ്ദേഹം അറിയുന്നതിന് വേണ്ടിയെന്നാണ്. ആരാണ് ഈ അദ്ദേഹം? അസീസാണോ അതല്ല യൂസുഫാണോ? ദാലിക, അത് ലി അലമ, അദ്ദേഹം അറിയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ രണ്ട് അഭിപ്രായം പറഞ്ഞത്, ഒന്ന് അസീസ് അല്ലേ, മറ്റൊന്ന് യൂസുഫ്. അതാണ് തഫ്സീറുകളിലുള്ളത്. ഒരു വിഭാഗം പറഞ്ഞു ഇത് യൂസുഫ് അറിയുന്നതിന് വേണ്ടി എന്നാണ്. ദാലിക, ഞാൻ ഇത് തുറന്നടിച്ചത് ലി അലമ, യൂസുഫ് അറിയുന്നതിന് വേണ്ടി. എന്ത്? അന്നി ലം അഖുൻഹു, ഞാൻ യൂസുഫിനെ എന്ത് ചെയ്തില്ല, ചതിച്ചിട്ടില്ല. ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ. എങ്ങനെ അസാന്നിധ്യം എപ്പോഴാ? അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ എന്നോടൊപ്പം ഉണ്ടായപ്പോൾ ശരിയാണ്, എന്ത് ചെയ്തിട്ടുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ഞാൻ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ വശീകരിച്ചു എന്ന് ഞാൻ എന്ത് ചെയ്തു, ചതി വാക്ക് പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ തെറ്റ് ചെയ്യാൻ ഭാവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് യൂസുഫിനെ ചതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ പോയതിന് ശേഷം, അതാണ് ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, അദ്ദേഹം ജയിലിൽ പോയതിന് ശേഷം ഇന്നേ വരെ ലം അഖുൻഹു, ഞാൻ എന്ത് ചെയ്തില്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ജയിലിൽ കിടക്കാൻ കാരണമായി അത് എൻ്റെ ചതിപ്രയോഗമാണ്. പക്ഷെ ജയിലിലായതിന് ശേഷം ഇന്നോളം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഞാൻ ഒരു ചതിയും നടത്തിയിട്ടില്ല എന്ന് യൂസുഫ് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത്. മാത്രമല്ല അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, ചതിയന്മാരുടെ കുതന്ത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യത്തിലെത്തിക്കുകയില്ല, നന്നാക്കുകയില്ല എന്നതും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഈ കാര്യം തുറന്നു പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ അതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ദാലിക, ഞാനിത് തുറന്നു പറയുന്നത് ലി അലമ, അസീസ് അറിയുന്നതിന് വേണ്ടിയാണ്. ആരെയും ഈ അസീസ്? മുപ്പത്തിയേറെ പുതിയാപ്പള, പ്രഭു അല്ലേ, പ്രഭു പറയുകയാണ് പ്രഭുവിനെ കുറിച്ച്. ദാലിക ലി അലം, അദ്ദേഹം അറിയുന്നതിന് വേണ്ടി, ഭർത്താവ് അറിയുന്നതിന് വേണ്ടിയാണ്. ലം അഖുൻ അന്നി ലം അഖുൻഹു ബിൽ ഗൈബ്, ഞാൻ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ചതിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് ചോദിച്ചത്? ചതിച്ചത് ഭർത്താവ് അവരോടൊപ്പം ജീവിക്കുന്ന സമയത്താണ്. അതുകൊണ്ടല്ലേ ഒരു ശ്രമമാണ് നടന്നത്, വാതിലുകളൊക്കെ അടച്ച് വിരികളൊക്കെ താഴ്ത്തിയിട്ട് ഒരു ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം നടത്തിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വാതിൽക്കൊക്കെ ഓടുമ്പോൾ മറ്റയാൾ എന്ത് ചെയ്യാണ്, വാതിൽ തുറന്നിട്ട് വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചതിപ്രയോഗമാണ് നടന്നത്. അപ്പോൾ ആൾ കൂടെ ഉണ്ട്, ഭർത്താവ് കൂടെ ഉണ്ട്. എന്നാൽ ഭർത്താവ് ഇല്ലാത്ത സമയം എന്ത് ചെയ്തിട്ടില്ല, അന്നീലം അഹുനുഹു, ഞാൻ ഒരിക്കലും ഭർത്താവിനെ ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. ഇത് ഭർത്താവ് അറിയണം. വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, ഇതും ആരറിയണം? ഭർത്താവ് അറിയണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ കാര്യം ഇവിടെ ഈ ജനസമക്ഷം തുറന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് പിന്നെ ഇമ്രാത്തുൽ അസീസിൻ്റെ സംസാരമാണ്. ഇതിന് വേഗം കടന്നു പോകണം. എന്താ ഖിയാനത്തിൻ്റെ എതിര്? ഖിയാനത്ത് ചതിയാണ്. അതിൻ്റെ നേരെ വിപരീത പദം എന്താ? ഖിയാനത്ത്. അതിൻ്റെ നേരെ നിസ്രാസൽ മതങ്ങൾ പറഞ്ഞില്ലേ, ലാ യജ്തമിഉ ഫീ ഖൽബി ഇംറിഇൻ ഈമാനുൻ വ കുഫ്ർ വസിദ്ഖുൻ വ കദിബ് വ അമാനത്തുൻ വ ഖിയാന. അമാനത്തുൻ വ ഖിയാന. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇക്കാര്യങ്ങൾ ഒരുമിച്ച് വിടൂല. ഈമാനും വ കുഫ്ർ, പിന്നെ സിദ്ഖുൻ വ കദിബ്, പിന്നെ അമാനത്ത് വ ഖിയാനത്ത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യജ്തമിഉ ഫീ ഖൽബി ഇംറിഇൻ, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒന്നിക്കൂല ഈമാനും വ കുഫർ, ഈമാനും കുഫറും രണ്ടും ഒന്നിച്ച്. അതുപോലെ തന്നെ സിദ്ഖുൻ വ കദിബ്, സിദ്ഖ് സത്യസന്ധതയാണ്, കദിബ് കളവാണ്, അമാനത്ത് വിശ്വസ്തത, ഖിയാനത്ത് പറഞ്ഞാൽ വഞ്ചന. ഇത് ഒരു ഖൽബിൽ ഒരുമിച്ച് കൂടില്ല എന്നാണ്. ഖായിനത്തിന് നേരെ വിപരീതമാണ് അമാനത്ത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, ഖിയാനത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന, ചതി. ഗുലൂൽ, ഗുലൂൽ എന്നുള്ളത് ഇതിന് നേരെ പര്യായമാണ്. ഗുലൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലാ യഹ്ദി
ഖൈദൽ ഖായിനീൻ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ബഖീ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഖബറിനെ നോക്കിയിട്ട്, ബഖീ മദീനത്തെ ഖബർസ്ഥാനിൽ ഒരു ഖബറിനെ നോക്കിയിട്ട് പറയണം ഉഫില്ലക് ഉഫില്ലക് ഉഫില്ലക്. എന്താ ഉഫില്ലക് തന്നെ? നിനക്ക് നാശം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. വളരെ ഒരു ജുഗുപ്സാംബഹമായ അല്ലെങ്കിൽ വെറുപ്പിൻ്റെ വർത്താനാണത്. ഒരു ഖബറിനെ നോക്കിയിട്ട് പറയണം. അപ്പം ഇസ്ലാം മതങ്ങളുടെ കൂടെ അബൂ റാഫി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ബനു അബ്ദുൽ ഹഷൽ ഗോത്രത്തിൽ നിന്ന് വരികയാണ്, മസ്ജിദ് നബവിക്ക് വരികയാണ്. അപ്പോഴാണ് ഇസ്ലാം മതങ്ങൾ ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അബൂ റാഫി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ച് അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പിന്തിന്നാണ്. അപ്പോൾ ഇസ്ലാം മതങ്ങൾ അദ്ദേഹത്തോടെ നിംഷി അപ്പോൾ പറയുന്നത് റസൂലേ നിങ്ങൾ എന്നോട് പറയുന്നത് പോലെ തോന്നി, എന്താണ് പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ഞാനൊരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു പിരിവിന് വേണ്ടി, കളക്ഷന് വേണ്ടിയിട്ട് നിയോഗിച്ചിരുന്നു. ആ കളക്ഷനിൽ നിന്ന് അദ്ദേഹം ഒരു നമിറത്ത്, ഒരു പുള്ളിപ്പുതപ്പ്, ഒരു പുതപ്പ് അയാൾ ചതിച്ചു, പറ്റിച്ചു. ആ ഹദീസിന്റെ പ്രയോഗത്തിൽ കാണാം ഫദുരി അൽ ആന മിനന്നാർന്നോ മിന്നാരിൻ എന്നാണ്. ഇപ്പം നരകത്തിനാലുള്ള ഒരു പുതപ്പ് മൂപ്പരിക്ക് ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് പറയുന്നത് ഉഫില്ലക്ക് ഉഫില്ലക്ക് ഉഫില്ലക്ക്. ഈ ഖിയാനത്തിൻ്റെ അല്ല വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ ചതി നടത്തുക എന്നുള്ളത്. വഇദു തുമിന ഖാൻ, വഇദു തുമിന ഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടതിൽ ചതി നടത്തുക, വഞ്ചന നടത്തുക, അതാണ് ഖിയാനത്ത്, ഖാന. അത് വലിയ പാതകമാണ് ഇസ്ലാമിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഗുണം പിടിപ്പിക്കില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. സംഭവം ശരിയാണ്, ചിലതൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും, താൽക്കാലികമായി നേടിയെന്ന് വരും. പക്ഷേ അത് ഇന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, ചതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്ത്രം പ്രയോഗിക്കുകയാണ് ചെയ്യുക. അതൊരു തന്ത്രമാണല്ലോ, നേടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം. ചതിയന്മാർ തന്ത്രം പ്രയോഗിക്കും, അല്ലാതെ അവർക്ക് കിട്ടൂല, നേടാൻ കഴിയൂല. ഇതിൻ്റെ ബാക്കിയിൽ തുടർന്ന് പറയുന്നത് വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വമാ ഉബർരിഉ നഫ്സി, എന്താ മാ ഉബർരിഉ നഫ്സി എന്ന് പറഞ്ഞാൽ, നഫ്സി എന്ന് പറഞ്ഞാൽ എൻ്റെ നഫ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം. ഉബർരിഉ എന്ന് പറഞ്ഞാൽ നിരപരാധിയാക്കുക, ഒഴിവാക്കുക, നിരപരാധിയാക്കുക എന്നുള്ളതാണ്. മാ ഉബർരിഉ നഫ്സി അല്ലെങ്കിൽ വമാ ഉബർരിഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ നിരപരാധിയാക്കുന്നില്ല, ഒഴിവാക്കുന്നില്ല. കാരണം ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ഇന്ന നഫ്സ് കാരണം മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യ ആത്മാവ് ലഅമ്മാറത്തുൻ ബിസ്സൂ, സൂ കൊണ്ട് കൽപ്പിക്കുന്നത് തന്നെയാകുന്നു, സൂ കൊണ്ട് കൽപ്പിക്കുന്നതാകുന്നു. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കനിഞ്ഞതൊഴികെ എല്ലാ നഫ്സും അമ്മാറത്തുൻ ബിസ്സൂ ആണ്. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഇവിടെ എന്താ ഈ ഉബർരിഉ എന്ന് പറഞ്ഞ? ഉബർരിഉ പറഞ്ഞേ, ഇതിനോട് ഉബർരിഉ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ബരീഉൻ അല്ലേ, ഞാൻ ബരീ ആണ് എന്ന് പറയല്ലേ, ഞാൻ ഒഴിവാണെന്നാണ്, ബറാഅത്ത് എന്നുള്ള ഇതാണ്. ഇവിടെ ഉബർരിഉ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിരപരാധിയാക്കുക, ഞാൻ ഒഴിവാക്കുക, ഞാൻ നിരപരാധിയാക്കുക എന്നാണ്. ഒരു ഹദീസിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നോട് പറയുന്നത്, ഞാൻ ഉമ്മ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് എൻ്റെ വിഷയത്തിൽ ഭയങ്കര പേടിയുണ്ട്. കാരണം അന അക്സറു ഖുറൈശിൻ മാലൻ, ഖുറൈശികളിൽ ഞാനാണ് ഏറ്റവും വലിയ സമ്പന്നൻ, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മു സലമയോട് സങ്കടം പറയണം. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല പറയാണ്, യാ യബ്നാ അൻഫിഖ്, മകനെ ചെലവഴിക്കുക എന്ന് പറയുന്നത്, അൻഫിഖ് ചെലവഴിക്കുന്നത്. എന്നിട്ട് പറയാണ് ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന മിൻ അസ്ഹാബി മൻ ലാ യറാനി വലാ അറാഹു ബഅദ അൻ ഉഫാരിഖഹു, എൻ്റെ സഹാബികളിൽ ചിലർ അവരെ എൻ്റെ കാലശേഷം ഞാൻ അവരെ കാണാതിരിക്കുകയും അവരെന്നെ കാണാതിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സഹാബികളിൽ ഞാൻ വേർപിരിഞ്ഞതിന് ശേഷം ഇനി ഒരിക്കലും ഞാൻ കാണാത്തവരും എന്നെ കാണാത്തവരും ഉണ്ട് എന്നാണ്. എന്താ പറഞ്ഞത്? നിസ്ലാശ്രമങ്ങളുമായിട്ട് സന്ധിക്കാൻ അവസരം കിട്ടാത്തവർ അനുചരന്മാരിൽ ചിലരുണ്ട്, അതുകൊണ്ട് അങ്ങനെ നിസ്ലാശ്രമങ്ങൾ പറഞ്ഞിട്ട് വേഗം സ്വത്ത് ചെലവഴിക്കുക എന്ന് പറയണം, അംഫിക്കുക എന്ന് പറയണം. അത് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആകെ ടെൻഷനായി. അദ്ദേഹം അവിടുന്ന് ഓടിയെന്നാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ഉമറിനെ കണ്ട് ഉമറിനോട് പറഞ്ഞ്,
ഉമ്മി സലമ റളിയല്ലാഹു തആല പറയുന്നത് കേട്ടില്ലേ? നബ്സലാസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലെ നബ്സലാസ്ലമ തങ്ങൾ കാലശേഷം നബ്സലാസ്ലമ തങ്ങൾ കാണാതെ, നബ്സലാസ്ലമ തങ്ങളെ കാണാൻ അവസരമില്ലാതെ ചില ആളുകളുണ്ട്, അനുചരന്മാരിലുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉമർ അത് കേട്ടപ്പോൾ ഉടനെ ഉമ്മി സലമയുടെ അടുക്കലേക്ക് ചെന്നാണ്. എന്നിട്ട് ചോദിച്ചു എന്നാണ്, നബ്സലാസ്ലമ തങ്ങൾ ആ പറഞ്ഞവരിൽ ഞാനുണ്ടോ? നബ്സലാസ്ലമ തങ്ങൾ ആ പറഞ്ഞവരിൽ ഞാനുണ്ടോ എന്ന് ഉമർ ചോദിച്ചു എന്നാണ്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല പറയണില്ല, നിങ്ങളില്ല, ലാ ഉബരി ഉബാദക അഹദൻ എന്നാണ്. നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യില്ല, ഞാൻ ഒരാളെയും ഇതിൽ നിന്ന് ഒഴിവാക്കി പറയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിയുള്ള ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അസ്സുഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബക്കാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഭയങ്കര സമ്പന്നനായിരുന്നു. കല്ല് ഇങ്ങനെ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം എന്ന പോലെ ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേടി, അദ്ദേഹം തന്നെ ഓടി വരും ഉമ്മി സൽമൻ്റെ അടുക്കൽ കൂടി എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയുണ്ട്, കാരണം ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണ് ഖുറൈശികളിലെന്ന്. അപ്പോൾ പറയുന്നു അംഫിഖ്, ചിലവഴിക്കാൻ പറയുന്നു. ഇവിടെ വിഷയതാണ് ഉബരി എന്നുള്ള പ്രയോഗം വന്നത്. ഇവിടെ വമ ഉബരി നഫ്സി, എൻ്റെ ആത്മാവിനെ, എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല, നിരപരാധിയാക്കുന്നില്ല. കാരണം ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, ഇന്ന നഫ്സ് മനുഷ്യാത്മാവ്, നഫ്സ് ല അമ്മാറത്തുൻ, അമ്മാറത്താണ്. അമ്മാറത്ത് എന്നാണ് എന്താ? അമറ എന്നതിൽ നിന്നാണ് അമ്മാറത്ത്. അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു, അമറ കൽപ്പിച്ചു, അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നത്. ഈ അല്ലാമ എന്നൊക്കെ പറയുമ്പോഴാണ് എന്താ അല്ലാമത്ത് എന്ന് പറയുന്നത്? വലിയ പണ്ഡിതന്മാർക്കാണ് അല്ലാമ എന്ന് പറയാം. അതേപോലെയാണ് അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കൽപ്പന ഒന്നുമല്ല, പിന്നെയോ നല്ല ഊക്കിൽ കൽപ്പിക്കുന്ന, നന്നായി കൽപ്പിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് നന്നായി കൽപ്പിക്കും? ബിസു, സൂ കൊണ്ട്. സൂ എന്നാണ് നമ്മൾ പറഞ്ഞേ. മയഹുമുൽ ഇൻസാൻ, മനുഷ്യനെ ടെൻഷനാക്കുന്ന കാര്യം കൊണ്ട്. മനുഷ്യനെ ടെൻഷനാക്കുന്നതിൽ ഏറ്റവും ടെൻഷനാക്കുന്ന കാര്യം പാപങ്ങളാണ്, കുറ്റകൃത്യങ്ങളാണ്. നഫ്സ് വിശുദ്ധ ഖുർആനിൽ 3 എണ്ണം ഉണ്ട്. 3 തരം നഫ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ അമ്മാറത്തുൻ ബിസു, പിന്നൊന്നെന്താ നഫ്സുൽ ലവ്വാമ അല്ലേ, പിന്നെ 3 യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന അല്ലേ. ഇങ്ങനെ 3 നഫ്സിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസു, തിന്മ കൊണ്ട് കൽപ്പിക്കുന്ന നഫ്സ്. തിന്മ കൊണ്ട് കൽപ്പിക്കല്ല, പിന്നെ തിന്മ കൊണ്ട് നന്നായി സ്വാധീനിച്ച് നന്നായി കൽപ്പിക്കുകയാണ്. അങ്ങനത്തെ നഫ്സുണ്ട്. നഫ്സുൽ ലവ്വാമാര, കുറ്റപ്പെടുത്തുന്ന നഫ്സാണ്. കുറ്റപ്പെടുത്തുന്ന നഫ്സ്. വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു നീ ഈ തെറ്റ് ചെയ്തു വിചാരണ നടത്താൻ. നഫ്സുൽ മുത്മഇന്ന എന്താ? ഇത് റബ്ബിന് വഴിപ്പെട്ട് റബ്ബിൻ്റെ തൃപ്തി നേടിയ നഫ്സാണ്. അത് സമാധാന സമ്പന്നമായ നഫ്സ്. കാരണം അത് റബ്ബിന് വഴിപ്പെട്ട് കൽപ്പനകളനുസരിച്ച് വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല മനുഷ്യന്, നല്ല ആത്മാവാണ്. അതാണ് സമാധാനം കളിയാടുന്ന നഫ്സ്. ഈ നഫ്സ് ഇത് അഭിനന്ദനം അല്ലേ, അഭിനന്ദനീയാണ്, നല്ലതാണ്. ലവ്വാമത്തായ നഫ്സും നല്ലതാണ്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിന് തെറ്റ് ചെയ്തു എന്നുള്ളത് കുറ്റപ്പെടുത്താണല്ലോ. പക്ഷെ നഫ്സു അമ്മാറത്ത് ബിസു, തിന്മ കൊണ്ട് കൽപ്പിക്കുന്ന നഫ്സ്, അത് അപകടം, ഡേഞ്ചർ. ആ നഫ്സാണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന, നഫ്സിൻ്റെ ഷർറുകളിൽ നിന്ന് അള്ളാഹിനോട് അഭയം തേടുകയാണ്. കാരണം നഫ്സിൻ്റെ ഷർറിൽപ്പെട്ടതാണ് ഇത്. നഫ്സ് നമ്മളോട് തിന്മക്ക് കൽപ്പിക്കും, തിന്മക്ക് പ്രേരിപ്പിക്കും എന്നുള്ള വിഷയം. ഇവിടെ ഈ വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസു, എൻ്റെ നഫ്സിനെ ഞാൻ നിരപരാധിയാക്കുന്നില്ല, തീർച്ചയായും നഫ്സ് അത് തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാകുന്നു എന്ന് പറയുന്നത് ആരാണ്? ഇതാരാണ് പറയുന്നത്? ഇതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞത് ആരാ? എന്താ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത്? അൽ അന ഹസൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? അന റാവത്തുഹു അൻ നഫ്സിഹി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? അതൊക്കെ ആരാണ്? ഇംറാത്തുൽ അസീസാണ്, സുലൈഖയാണ് അല്ലേ? അതിൻ്റെ തുടർച്ച തന്നെയാണിത്. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസു ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ലഗഫൂർ റഹീം. ഇതുവരെ പറയുന്നത് അവർ തന്നെയാണ്. മഹദി സലീഹ തന്നെയാണ്, അല്ലെങ്കിൽ സുലൈഖ തന്നെയാണ് ഇതും പറയുന്നത്.
വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ അമ്മാറത്തുൻ ബിസ്സൂ. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു കസീർ തുടങ്ങിയുള്ള മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ആരുടെ വർത്താനാണ്? ഇത് സുലൈഖയുടെ ഇംറാത്തുൽ അസീസിൻ്റെ വർത്താനാണ്, അതിൻ്റെ തുടർച്ചയാണ്. എന്നാൽ വലിയ ഒരളവ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇതുവരെ സുലൈഖയുടേതാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനി എന്ന് പറഞ്ഞില്ല, അതുവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വമാ ഉബർരിഉ നഫ്സി എന്നുള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടേതാണ് എന്നാണ്. ഇത് സുലൈഖ അല്ലെങ്കിൽ ഇംറാത്തുൽ അസീസ് വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് വമാ ഉബർരിഉ നഫ്സി, എൻ്റെ നഫ്സിനെ ഞാൻ നിരപരാധിയാക്കുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ, നഫ്സ് തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ഞാനും എൻ്റെ നഫ്സിനെ ഒഴിവാക്കുന്നില്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനോട് പ്രതികരിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. പല മുഫസ്സിരീങ്ങളും അങ്ങനെ പറഞ്ഞു. എന്താ ശരി? ഈ സംഭവം നടക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ്? ഇവിടെ ഉണ്ടോ? അദ്ദേഹം ജയിലിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് വന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വഖാലൽ മലിക് തൂനി ബിഹി, രാജാവ് പറയാണ് തൂനി ബിഹി, യൂസുഫിനെ കൊണ്ടുവരാൻ, അസ്തഖ്ലിസുഹു ലി നഫ്സി. അപ്പോൾ ഈ സംഭാഷണം നടക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ്? ജയിലിലാണ്. അതുകൊണ്ട് തന്നെ വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ എന്ന് അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ അദ്ദേഹം അവിടെ ഇല്ല. അതുകൊണ്ട് ഇതാ ആരുടെ വർത്തമാനം തന്നെയാണ്? സുലൈഖയുടെ വർത്താനാണ്. പിന്നെ നോക്കി നിങ്ങൾ ഇവിടെ വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, ചതിയന്മാരുടെ തന്ത്രം അത് അള്ളാഹു ലക്ഷ്യത്തിലെത്തിക്കൂല എന്ന് അവർ പറഞ്ഞിട്ട് അവരുടെ ആ വർത്തമാനത്തിൻ്റെ ആ ഒരു തുടർച്ച തന്നെയാണ് ഇവിടെ. അല്ലാതെ അതിനെ വേർപ്പെടുത്തുന്ന കാല എന്നൊന്നും ഇവിടെ പറഞ്ഞില്ല. യൂസുഫ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കാല എന്നെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെയോ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തുടർച്ച തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ കാലത്ത് ഇംറാത്തുൽ അസീസിൽ ആന ഹസ്ഹസൽ ഹഖു ആന റാവത്തുഹു അൻ നഫ്സിഹി ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين എന്ന് അവർ പറഞ്ഞിട്ട് പിന്നെ അവർ തുടർത്തി പറയണം വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഇതുവരെ പറഞ്ഞത് സുലൈഖ തന്നെയാണ്. പല മലയാള തഫ്സീറുകളിൽ ചിലതൊക്കെയാണ് നോക്കി, അവിടെയൊക്കെ ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതായിട്ടാണ് പറഞ്ഞു. അതേസമയം അതുവരെയുള്ളത് സുലൈഖ ഇതുണ്ടായിട്ടു. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് സുലൈഖയുടേതല്ല വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ എന്ന് അവർ ഇത് സുലൈഖയുടേതല്ല ഇത് യൂസുഫിൻ്റെ വർത്താനം എന്ന് പറയുന്നത്? അതിന് പറയാൻ കാരണം ഇങ്ങനെ ഒരു മനഃപരിവർത്തനം ഉണ്ടാകാൻ മാത്രം ഒരു സ്ത്രീയല്ല ആര്? ഈ ഇംറാത്തുൽ അസീസ് എന്നുള്ളതാണ്. കാരണം അവരാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത്ത് ഹൈത ലക് എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഇല്ലം യഫ്അൽ മാ ആമുറു, ഞാൻ ചെയ്യുന്നത് കൽപ്പിക്കണത് ചെയ്തിട്ടില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞൊരു സ്ത്രീ പെട്ടെന്ന് തന്നെ വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ എന്ന് പറയുക എന്നുള്ളത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത്. പിന്നെ അവർ പറയുന്നത് ഇതൊരിക്കലും ഈ ഇംറാത്തുൽ അസീസിൻ്റെ വർത്താനമല്ല എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മനസ്സിന് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, വെളിച്ചം നൽകിയിട്ടുണ്ടെങ്കിൽ, അവരെ ഒരു മനഃപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾ അവർ പിന്നെ ആ മനഃപരിവർത്തനത്തിൻ്റെ വർത്തമാനം അവർ പറഞ്ഞത് ഇതവർ പറയുക എന്നുള്ളത് അവരിൽ നിന്നുണ്ടാവില്ലേ? ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ ആയത്തിൽ അവർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. അവർ പറയാണ് ആ രാജാവിന് മുമ്പിൽ, ആ രാജകൊട്ടാരത്തിലുള്ളവരുടെ മുമ്പിൽ, രാജാവും രാജകൊട്ടാരത്തിലുള്ളവരൊക്കെ പലപ്പോഴും ചിലപ്പോൾ ആണുങ്ങളായിരിക്കും. പക്ഷേ ഈ പട്ടണത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരേതാ? വമ്പത്തികൾ. ആ സ്ത്രീകളുടെ മുന്നിൽ വരുന്ന ഒരു പറയുന്നത് അൽ ആന ഹസ്ഹസൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി എന്നവർ പറഞ്ഞില്ലേ. അപ്പോൾ അത് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുക എന്നുള്ളത് എന്താ? അത് ഒരു വിഷയമുള്ള കാര്യമല്ല. പലരും പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ പറയാൻ മാത്രം ഒരു മനഃപരിവർത്തനം വരുന്ന സ്ത്രീ അല്ല അവർ എന്നാണ്. കാരണം അത്രമേൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ യൂസുഫിൻ്റെ വിഷയത്തിൽ വശീകരിക്കപ്പെട്ടിട്ടുണ്ട്, പ്രശ്നത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് നടക്കുമ്പോൾ എത്ര കൊല്ലം എന്നടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയണത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്, സുലൈഖയുടേതല്ല എന്നുള്ളതാണ് തറപ്പിച്ച് പറയുന്നത്. ചില മലയാള തഫ്സീറൊക്കെ നമ്മൾ വായിച്ചപ്പോൾ അങ്ങനെ തന്നെ മുറിച്ച് പറയുന്നത്.
അതേസമയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം ഹാഫിദ് ഇബ്നു കസീർ പ്രത്യേകം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ വരെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇത് ആരുടേതാണ്? ഇമ്രാത്തുൽ അസീസിൻ്റേതാണ്, ആരുടേതല്ല? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേതല്ല എന്നുള്ളത്. ഇബ്നു കസീർ പറയണ ഇമാം അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇബ്നു തൈമിയനെ വളരെയധികം മഹത്വവൽക്കരിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. അല്ല കുല്ലി നമ്മളതിവിടെ ആ ഒരു വിഷയം ഇവിടെ നിന്ന് ഉണർത്തിയെന്ന് മാത്രം. ഇതിൽ നമുക്ക് ഈ വിഷയം ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു എന്നുള്ള വിഷയം അതിൽ ഗൗരവപ്പെട്ട ഒരു പ്രയോഗമാണ്. തിന്മ കൊണ്ട് കൽപ്പിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അമ്മാറത്തുൻ എന്ന് പറഞ്ഞ്, പിന്നെ ലാ പറഞ്ഞ്. മനുഷ്യനെപ്പോഴും ഈ മനുഷ്യനെ തിന്മക്ക് മനുഷ്യന് പ്രയാസകരമായ കാര്യങ്ങളിലേക്ക് മനുഷ്യ മനസ്സ് കൽപ്പന നൽകിക്കൊണ്ടിരിക്കും, പ്രേരണ നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നഫ്സിൻ്റെ ഹിച്ച താല്പര്യം അതിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞവൻ മാത്രമാണ് വിജയ്, അല്ലേ? സൂറത്തു നാസിയാത്തിൻ്റെ ഒടുവിൽ എങ്ങനെ നമ്മൾ ആയത്തോതിന് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. പിന്നെന്താ അല്ല അതിന് മുമ്പത്തെ ആയത്ത് ഫഇദാ ജാഅതി താമ്മത്തുൽ കുബ്ര യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുരിസത്തിൽ ജഹീമു ലിമൻ യറ ഫഅമ്മാ മൻ തഗ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്നാണ്. വനഹൻ നഫ്സ അനിൽ ഹവ, നഫ്സിനെ ഹവയിൽ നിന്ന് വിലക്കിയവൻ അവനാണ് ഫൈനൽ ജന്നത ഹിയൽ മഅവ. നഫ്സിൻ്റെ വിഷയം ഭയങ്കര അപകടകരമായിട്ടുള്ള വിഷയമാണ്. മനുഷ്യന്മാർക്ക് സ്വന്തം നഫ്സിനെ അടക്കാനും ഒതുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ നഫ്സ് മനുഷ്യ സഹജമാണ് തിന്മ വരിക എന്നുള്ളത്. പക്ഷേ നഫ്സ് അതിനെ തുടർന്നിട്ട് മനുഷ്യനെ കുറ്റപ്പെടുത്തുകയും നീ അതെന്തിന് ചെയ്തു, ആരുടെ മുമ്പിൽ ചെയ്തു, നീ തെറ്റ് ചെയ്യുമ്പോൾ ഒളിവ് നോക്കി, അല്ലെങ്കിൽ പിന്നെ ആളൊഴിഞ്ഞിടം നോക്കി, സ്വകാര്യത നോക്കി. പക്ഷേ നീ എത്ര സ്വകാര്യതയിലായാലും ആളൊഴിഞ്ഞിടത്തായാലും അള്ളാഹുവിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ മനുഷ്യനെ വിചാരണ ചെയ്ത് കുറ്റപ്പെടുത്തുന്ന നഫ്സ് അതുകൊണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നഫ്സുൽ ലവ്വാമ. പിന്നെ നഫ്സ് അൽ മുത്മഇന്നത്തായിട്ടുള്ള നഫ്സ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണസമയത്ത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അള്ളാഹുവിന് തൃപ്തിപ്പെട്ടുകൊണ്ട് പരലോകത്തേക്ക് പോകുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി അരുളപ്പെട്ട് പരലോകത്തേക്ക് പോകുന്ന നഫ്സ്, അതാണ് നഫ്സുൽ മുത്മഇന്ന. ആ നഫ്സ് ഏതാണ്? ആ നഫ്സ് ഈ പറയപ്പെട്ട രണ്ട് നഫ്സല്ല, പിന്നെ അത് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന നഫ്സാണ്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുന്ന, വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നഫ്സാണ്. ഏതായാലും പിന്നെ ഇല്ലമ്മ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് റഹ്മത്തരുളിയ നഫ്സ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയും അമ്മാറത്തും ബിസുവാണ്. എന്നിട്ട് അവർ പറയുന്നത് ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, തീർച്ചയായും എൻ്റെ റബ്ബ് ഗഫൂറാണ്, റഹീമാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവൻ, ഏറെ പൊറുക്കുന്നവൻ. റഹീം എന്ന് പറഞ്ഞെങ്കിൽ കരുണ കനിയുന്നവൻ. മഹദി ഇമ്രാത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ, അവർ നോക്കി അവരിന്ന് വീഴ്ച വന്നു എന്നുള്ളത് അവർ അംഗീകരിച്ച് സമ്മതിച്ച്, എന്നിട്ടവർ പിന്നെ റബ്ബിൻ്റെ പാപമോചനവും അതേപോലെ റബ്ബിൽ നിന്നുള്ള കാരുണ്യവും അവർ പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലല്ലേ? അത് അവരുടെ ഒരു സൽഗുണം തന്നെയാണ്, സൽഗുണമാണ്. കാരണം വീഴ്ച സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അവർ ജീവിച്ച ആ വീടിൻ്റെ സാഹചര്യം. പക്ഷേ വീഴ്ചക്കപ്പുറം അവർ പശ്ചാത്തപിക്കുന്നു, തൗബ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു പ്രയോഗത്തിൽ നമുക്ക് വായിക്കാനുള്ളത്. ഖലാസ്, നമുക്കിനി ഇത് പിന്നെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലാണുള്ളത്. ഇനി ജയിലിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പിക്കുകയാണ്. രാജാവ് അദ്ദേഹത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തൻ്റെ പ്രത്യേകക്കാരനായിട്ട് നിയമിക്കുകയാണ്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സംസാരമൊക്കെ നടന്നതിന് ശേഷം പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്ത് ചെയ്യാണ്? അദ്ദേഹം പല വകുപ്പുകളിലും ചുമതല ഏൽപ്പിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്വാധീനവും അധികാരമൊക്കെ നൽകുകയാണ്. പണ്ഡിതന്മാർ പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സുന്ദരനാണ്. അതേപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പല പരിഗണനയും, ദുനിയാവിയെ ഭൗതികമായിട്ട് പല പരിഗണനയും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് വിനയായി. അദ്ദേഹത്തിന് തുണയായത് ഏത് മാത്രമാണ്?
അദ്ദേഹത്തിന് തുണയായത്, ഇതൊക്കെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അറിവാണ്, വിജ്ഞാനമാണ്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അറിവും വിജ്ഞാനവുമാണ് അദ്ദേഹത്തിന് തുണയായത്. അറിവുണ്ടായതുകൊണ്ടാണല്ലോ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിന് അറിവുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ നിന്നുള്ള മോചനം ഉണ്ടായത്. ജയിൽ മോചനത്തിനപ്പുറം അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ പിന്നെ ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ സൗന്ദര്യം ഉണ്ടായിരുന്നു, ഭൗതികമായ പല പരിഗണനകളും ഉണ്ടായിരുന്നു. അതൊക്കെ വിനയായി പരീക്ഷണമായി ഭവിച്ചു. സഹോദരങ്ങൾ വരെ കൊണ്ടുപോയിട്ട് ഉടുമുണ്ടും കൂടി ഇല്ലാതെയാണ് എന്ത് ചെയ്ത് കിണറ്റിലേക്ക് എറിഞ്ഞത്. അതൊക്കെ അവർക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദുന്യവിയായിട്ടുണ്ടായ ചില വിഷയങ്ങളിലുള്ള അസൂയയും കാരണത്താലാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ അപ്പുറം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ പലതും നേടാനായി അദ്ദേഹം വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടതൊക്കെ അദ്ദേഹത്തിന് അറിവെന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ഈ ഒരു ജയിൽ ജീവിതത്തിനപ്പുറം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈജിപ്തിലെ ഈ സ്ഥാനം നോക്കിയാൽ നിങ്ങൾ, അദ്ദേഹം ഇന്നലത്തെ ജയിൽ പുള്ളിയാണ്. അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക്, രാജാവിൻ്റെ അടുക്കിലേക്ക് രാജാവിൻ്റെ പ്രത്യേകക്കാരനായിട്ട് നിയുക്തമാകുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഇൽമാണ്, അറിവാണ്. അറിവുണ്ടായതുകൊണ്ടാണല്ലോ രാജാവ് ആളയക്കുന്നതും രാജാവ് ചോദിക്കുന്നതും. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ക്ഷാമകാലങ്ങൾ, അതിനെ തുടർന്ന് ക്ഷേമകാലങ്ങൾ, അപ്പം എങ്ങനെ ഇത് തരണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിവുള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാം നേടാനായത് എന്നുള്ളതാണ് അറിവിൻ്റെ മഹത്വം. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വേദനയില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.